ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് എങ്ങനെയുണ്ട്? ബിഗ് ബോസ് എന്ന് വന്നിട്ട് കുഴപ്പമില്ല. പോയിട്ട് എങ്ങനെയുണ്ട്? അല്ല, ഷോ ഓഫ് കോഴ്സ് ഷോ എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഒരു ഷോയാണ്. ആ ഷോയുടെ ആ ഒരു മനോഹാരിത കൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഷോ അട്രാക്റ്റഡ് ആയത്. നമ്മൾ പോയി കയറി കൊടുത്തത്, അങ്ങനെ പറയാം, കയറി കൊടുത്തത് അങ്ങനെ പറയാം. ബട്ട് ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യമാണ്, ഈ സീസൺ ആണെന്ന് തോന്നുന്നു, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിലേക്കുള്ള ഒരു കൊളാപ്സ് ഉണ്ടായത്. ഒരു വീഴ്ചയാണല്ലോ ഞാൻ അങ്ങനെ പറയുള്ളൂ കേട്ടോ. ഒരു എന്താ പറയുക, യൂഷ്വൽ ബിഗ് ബോസ് അല്ല ഇപ്പം നടക്കുന്നത്. മറ്റെന്തുവാണ് ആ ഷോയുടെ പേര് ഇപ്പോൾ? എന്തുകൊണ്ടാണ് അങ്ങനെ? ക്രിയേറ്റേഴ്സിൻ്റെ കുഴപ്പമാണല്ലോ അത്. ഈ ഫ്രം സെലക്ഷൻ ടു എക്സിക്യൂഷൻ ഇതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ കയ്യിലാണല്ലോ ഈ ഷോ. അപ്പോൾ അത് ഉണ്ടാക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അറിവില്ലായ്മ അറിയില്ല ഈ പരിപാടി എങ്ങനെയാണെന്നുള്ളത്. അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് അവർ ആ പ്രതലത്തിൽ നിന്നുകൊണ്ട് അവർ കളിക്കും. അവർ മാറുന്നില്ല, അവർക്ക് മാറാൻ താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അറിവില്ലായിരിക്കും. അങ്ങനെയായിരിക്കും. ആ ഒരു ഗ്രൗണ്ട് ലെവലിൽ കിടന്നിട്ടുള്ള കളിയല്ലേ ഉള്ളൂ. അല്ല, സിബിയെ സംബന്ധിച്ച് ഞാൻ സിബിയുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നതാണ്. ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സമയം കിട്ടുന്ന എല്ലാ ദിവസവും സമയം ഉണ്ടാക്കി കാണുന്ന ഒരു വ്യക്തിയാണ്. ഒന്നില്ല VTP കാണുകയും ഓഫീസിരുന്നാണെങ്കിൽ കാണും. ഇത് 24 കാണുന്നില്ല, എപ്പിസോഡ് ഞാൻ സിബിയെ കണ്ടിരുന്നു. എനിക്ക് അവസാനമൊക്കെ സിബിയുടെ പെർഫോമൻസ് ഒക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എങ്ങനെയാണ് സിബി ഔട്ട് ആവുന്നത്? സിബി സ്വയം അവിടെ പോയിട്ട് പറയുന്നത് എനിക്ക് പോകണമെന്ന് പറയുന്നു. വീണ്ടും സിബി കയറിയിട്ട് ഞാൻ കുഴപ്പമില്ല, എല്ലാവരും എനിക്ക് കുഴപ്പമില്ല എന്ന് പറയും. സിബിക്ക് എന്താണ് സംഭവിച്ചത്? പലരും ഇപ്പം ഹൈദരേട്ടൻ പറഞ്ഞ കാര്യം പലരും മിസ് ചെയ്യുന്നൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോകണമെന്ന് പറഞ്ഞ് ഇവരെന്നെ പുറത്ത് കൊണ്ടുപോയിട്ട് ഞാൻ തിരിച്ചു കയറി വന്നു. അതെ, തിരിച്ചു കയറി. അത് പലരും മിസ് ചെയ്യാണ്. ഞാൻ തിരിച്ചു വന്ന ആളാണ്. എല്ലാവരും പറയുന്നു, കരഞ്ഞു ഇറങ്ങിപ്പോയി എന്ന് പലരും പറയുമ്പോഴും ആരും മനസ്സിലാക്കുന്നില്ല. ഒരു ഇമോഷണൽ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞ് പുറത്തേക്ക് പോയതിനു ശേഷം ഞാൻ തിരിച്ചു വന്നു. ആ തിരിച്ചു വരവിനെ കുറിച്ച് ഇവിടെ ആരും സംസാരിക്കുന്നില്ല. ഞാൻ തിരിച്ചു വന്ന് നെക്സ്റ്റ് ഡേ ഡോക്ടർ എന്നോട് ആവശ്യപ്പെട്ടത് പ്രോപ്പർ റെസ്റ്റ് എടുക്കണം എന്നാണ്. യു നീഡ് സ്ലീപ്പ്, നിങ്ങൾ ഉറങ്ങണം. ആ ഉറക്കം എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ഞാനത് അവരോട് ആവശ്യപ്പെടുകയാണ്, ബാക്ക് ടു ബാക്ക്, എനിക്ക് ഉറങ്ങണം എന്ന് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യണം അവർ. അതായത് എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ്, ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റാണ് അയാൾക്ക് നിഷേധിക്കപ്പെടുന്നത്. അത് ഞാൻ ചോദ്യം ചെയ്തു. എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രത്യേക സിറ്റുവേഷൻ, കണ്ടീഷൻ്റെ പേര് അവിടെ ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോഴാണ് അവരെന്നെ പുറത്തേക്ക് കൊണ്ടുപോയത്. അപ്പോഴും എന്നോട് ആ കൺഫെഷൻ റൂമിലിരുന്ന് പറഞ്ഞത്, താങ്കൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം താങ്കൾക്ക് ഇപ്പോൾ വിശ്രമം ആവശ്യമെന്നാണ്. വിശ്രമം കഴിഞ്ഞ് തിരിച്ചു വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ തിരിച്ചു വന്നില്ല. 3 ദിവസം ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ടു. അല്ല, അവിടെ സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ, നമ്മൾ അവിടെ നിന്ന് പോകുന്ന ഒരു റൂമിലേക്ക് ആക്കുമല്ലേ സ്വാഭാവികമായിട്ട് എല്ലാവരും അങ്ങനെയല്ലേ. അപ്പം സിബിനെ അങ്ങനെ തന്നെയല്ലേ ആക്കിയത്? അല്ലാതെ പൂട്ടിയിട്ടു എന്ന് ഞാൻ പറയാൻ കാര്യം, എനിക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് നടക്കുന്നതെന്ന് എന്നോടും പറയുന്നില്ല, എൻ്റെ വീട്ടുകാരോടും പറയുന്നില്ല. അത് തെറ്റാണ്. എന്നോടും പറയുന്നില്ല. പുറത്തേക്ക് വിടാനാണെങ്കിൽ അത്തരത്തിൽ സംസാരിക്കാം, തിരിച്ച് കയറ്റാനാണെങ്കിൽ എന്നെ അങ്ങനെയാണ് കബളിപ്പിച്ചത് കേട്ടോ. തിരിച്ച് കയറ്റും എന്നാണ് എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നത് അവസാന നിമിഷം വരെയും. എൻ്റെ വീട്ടുകാർ ബാക്ക് ടു ബാക്ക് വിളിക്കുകയാണ്, പറയുന്നില്ല, അവരോടൊന്നും അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്താ നടക്കുന്നതെന്ന്. ലാസ്റ്റ് അവർ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ പേരിലാണ് 4ാമത്തെ ദിവസം എൻ്റെ വീട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ആ കൊടുത്ത ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ടാണ് എൻ്റെ അച്ഛനെ അസുഖം വന്നത്. അത് ഷോക്കിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ ഒരു വാർത്ത സ്വന്തം മകന് ഭ്രാന്താണെന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ഛനാണ് സഹിക്കുന്നത്? അല്ല, അത് അച്ഛൻ അത് കേട്ടിട്ടാണ് ഷോക്ക് ആവുന്നത്. അതായത് പുള്ളിക്ക് ഓൾറെഡി ഹാർട്ട് ഡിസീസ് ഉണ്ട്. പക്ഷെ അത് ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ച് അങ്ങനെ പോകുമായിരുന്നു. പക്ഷെ ഈ ഒരു ഇൻഫർമേഷനാണ് പുള്ളിക്ക് ഒരു മേജർ ബ്രേക്ക് ഡൗണിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. ഒരു വീട്ടുകാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും അത് എടുക്കാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭ്രാന്തായി എന്നൊക്കെ വിളിച്ച് പറഞ്ഞത് എങ്ങനെ ശരിയാവും? എന്നിട്ട് അവർ ഇപ്പോഴും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയ്ക്ക് സിബി ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സിബി പുറത്ത് വന്ന് ചാനലിലൊക്കെ ചെറിയ ചെറിയ ബൈറ്റുകൾ കൊടുക്കുമ്പോൾ സിബിയെ വീണ്ടും ഏഷ്യാനെറ്റിൽ നിന്ന് ബന്ധപ്പെട്ടു എന്ന് അറിഞ്ഞു. ഇന്നലെ രാവിലെ വരെ എന്നെ ബന്ധപ്പെട്ടു. എന്തിനാണ് അവർ വീണ്ടും ബന്ധപ്പെട്ടു? മേക്കിംഗ് ഷുവർ ദാറ്റ് ഞാൻ ഇതൊന്നും പുറത്ത് സംസാരിക്കില്ല, ഉറപ്പുവരുത്തുകയാണ്. എന്നും പറയില്ല, അവൻ ഓക്കെയാണ്, നമ്മുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു ഉറപ്പുവരുത്തലാണ്. അപ്പോൾ സിബി എന്ത് പറയും? ഞാൻ അവരോട് അവരെന്താണ് ആഗ്രഹിക്കുന്ന ആ മറുപടി അവർക്ക് കൊടുക്കും. കാര്യം എനിക്കറിയാം അവർ ഷോ എങ്ങനെയെങ്കിലും ഈ ഷോ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഷോ അവസാനിച്ച് കഴിഞ്ഞാൽ ഇനി എന്നെ എങ്ങനെയൊക്കെ അവർക്ക് ഉപദ്രവിക്കാൻ പറ്റും അങ്ങനെയൊക്കെ അവരെന്നെ ഉപദ്രവിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. കാര്യം ഞാൻ അവരോട് ഇറങ്ങിയപ്പോൾ ചോദിച്ചാൽ വളരെ ലൈറ്റായിട്ടുള്ളൊരു കാര്യമാണ്, എന്നെ നിങ്ങൾ എന്തിന് പുറത്താക്കി? എനിക്ക് എന്തിന് നിങ്ങൾ എൻ്റെ വീട്ടുകാരെ നിങ്ങൾ ഈ കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചില്ല? എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് മരുന്ന് തന്നു? ഇതിനുള്ള ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്കൊരു അടച്ച മുറിയിലിരുന്ന് സംസാരിക്കാം എങ്കിൽ ഞാൻ കൺവിൻസ്ഡാണ്. എനിക്ക് പുറത്തത് പറയേണ്ട കാര്യമില്ല. അതിന് പോലും അവർ തയ്യാറല്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എപ്പോഴും പറയുന്നില്ലേ എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ചാനൽ. ആ ചാനലിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് കാരണമാണ് ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്.
ഇപ്പോൾ 1 മാസത്തോളം ഞാൻ സിബിയുടെ ഒരു വളർച്ചയ്ക്ക് ആ ചാനൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും എൻ്റെ അന്നം എന്ന് പറഞ്ഞ ഏഷ്യാനെറ്റ് 100% ഏഷ്യാനെറ്റ് എനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു മീഡിയ എക്സ്പോഷർ തുടങ്ങുന്നത് ഏഷ്യാനെറ്റിൽ നിന്നാണ്. ആ നന്ദി എനിക്ക് ഏഷ്യാനെറ്റിനോടുണ്ട്. പക്ഷേ ചാനലല്ലല്ലോ, ഈ ചാനലിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഈഗോനെയാണ് ഇത് പ്രശ്നം. അത് എന്നെ ഡയറക്റ്റ് ഫോൺ വിളിച്ച് കാര്യം പറയാൻ പോലും ഈഗോയിസ്റ്റിക്കാണ് ഇവരെൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം കുറച്ചുകൂടെ ഹയർ പ്രൊഫൈലിൽ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് സിബിനോട് പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ലൗഡ് സ്പീക്കറിൽ, അദ്ദേഹം പറയുന്നു സിബിനോടൊന്ന് പറയണം. അപ്പം പുള്ളിക്കാരത്തി പറയാണ്, എന്നാൽ ചേട്ടനെ എന്നെ ഡയറക്റ്റ് ഒന്ന് സിബിനെ വിളിച്ചുകൂടെ? ഞാനൊന്നും അവനെ വിളിക്കില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. അതെന്താ? ഞാൻ അത്രയും കുറഞ്ഞ ആളാണ്. എന്നോട് ഞാൻ ആവശ്യപ്പെടുന്ന ചെറിയ കാര്യമാണ്, നിങ്ങൾ എനിക്കൊരു എക്സ്പ്ലനേഷൻ എന്താ, ഞാൻ ഓക്കെയാണ്. അതിനവർ തയ്യാറല്ല. സിബിൻ അവിടെ നിന്ന് വീണ്ടും അവർ റൂമിലേക്ക് മാറ്റുന്നു, 3-4 ദിവസത്തേക്ക് മാറ്റുമ്പോൾ സിബിൻ അവിടെ നിന്ന് പോകുന്ന സമയത്ത് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ടാബ്ലറ്റ് കഴിച്ചിട്ടേ കൊണ്ടുപോകുള്ളൂ, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കേട്ടോ? റൂമിനകത്ത് വെച്ച്, കൺഫെഷൻ റൂമിനകത്ത് വെച്ച് എനിക്കൊരു ടാബ്ലറ്റ് പുള്ളി തന്നു, കഴിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഐ വിൽ നോട്ട് ടേക്ക് സൈക്യാട്രിക് ഡ്രഗ്സ്, ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു. പുള്ളി എന്നെ നിർബന്ധിച്ചു. ഇൻഫാക്ട് എന്നെ വെളിയിൽ ഇറക്കിയ സമയത്തും, ഞാൻ പറയുന്ന ആദ്യം പുറത്തു കൊണ്ടുപോയ സമയത്ത്, അപ്പോഴും എന്നോട് പറഞ്ഞു ഈ മരുന്ന് കഴിക്കൂ. ഞാൻ പറഞ്ഞു കഴിക്കില്ല, ഞാൻ കഴിക്കില്ല. അവസാനം അവർ കൺവിൻസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാൻ കഴിക്കാം. പക്ഷെ എന്തോ എനിക്ക് ആ മരുന്ന് തന്നില്ല ആ സമയത്ത്. പിന്നെ അടുത്ത ദിവസം തൊട്ടാണ് മരുന്ന് തന്നു തുടങ്ങിയത്. എത്ര ദിവസം കഴിച്ചു? ഞാൻ 1 ദിവസമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ഇവരുടെ ചിന്തയിൽ ഞാൻ കഴിക്കുന്നുണ്ടെന്ന്, എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ കഴിക്കുന്നുണ്ടെന്നായിരിക്കും, കഴിക്കുന്നില്ലെന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ഞാൻ ഒരു കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ സ്ലീപ്പിംഗ് ആണോ? നമുക്ക് നമ്മുടെ ബ്രെയിൻ വർക്കാവില്ല, മനസ്സിലായില്ല. ഉറക്കത്തിലേക്ക് പോകും, നമുക്ക് ചിന്തകൾ കൺട്രോൾഡ് ആവുക, അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉണ്ടായത്. ടയർഡായി, ഭയങ്കര ടയർഡായി, ഉറക്കമായിരുന്നു. അല്ല, ഏഷ്യാനെറ്റ് ഇപ്പം സിബിൻ പറഞ്ഞു, സിബിൻ്റെ അടുത്ത് കുറേ തെളിവുകളും കാര്യങ്ങൾക്കൊന്നും സിബിൻ പറഞ്ഞു. ഏഷ്യാനെറ്റ് സിബിൻ അവിടെ കാണിച്ച കുറേ കട്ടിങ്ങുകൾ അവരുടെ കയ്യിലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ കാണുന്ന കുറച്ചേ ഉള്ളൂ അല്ലേ, രാവിലെ തൊട്ട് എല്ലാ ദിവസവും ഉണ്ട്. അപ്പോൾ സിബിൻ അവിടെ ഉണ്ടാക്കിയ കുറേ സംഭവങ്ങൾ അവരുടെ കയ്യിലുണ്ട്. അവർ ആ കട്ടിങ്ങുകൾ ഞങ്ങൾ പുറത്ത് വിടും, അങ്ങനെ എന്തെങ്കിലും ഭീഷണി സിബിയുടെ അടുത്ത് ഭീഷണിപ്പെടുത്തും? എപ്പോഴും ഉണ്ട്. അവസാനം അപ്പോൾ പുറത്തുവിടാൻ സിബിക്ക് ആവശ്യപ്പെടണം. ഞാൻ പുറത്തുവിടാൻ പറഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താ അവർ പുറത്തുവിടേണ്ടത്? ഇപ്പോഴെന്താ എന്നെ ആൾക്കാർ പറയുന്നത് മാനസിക രോഗി. ഇനി അവർ പുറത്തുവിട്ട എന്നെ മാനസിക രോഗി *5 എന്ന് പറയൂ? ഇല്ലല്ലോ, മാനസിക രോഗി. ഇവരുടെ എന്താ ഉള്ള ഫുട്ടേജ്? ഞാൻ അവിടെ ആരും ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ അവിടെ ഒന്നും തല്ലി തകർത്തിട്ടില്ല. ഇവർ പറയുന്നത് തല്ലി തകർക്കുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഇത് തല്ലി തകർക്കുന്നത് നിങ്ങൾക്ക് കാണണോ? അങ്ങനെ കണ്ടാലേ നിങ്ങൾ എന്നെ പുറത്തേക്ക് എടുക്കുള്ളൂ. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഇത് വളച്ചൊടിക്കപ്പെടുന്നതാണ്, മനസ്സിലായില്ലേ? ഐ നോ ദാറ്റ് ദീസ് പീപ്പിൾ ആർ വെരി മച്ച് ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഓൺലൈൻ മീഡിയ. ഓൺലൈൻ മീഡിയയിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് എനിക്കറിയാം. എന്താണ് ഓൺലൈൻ മീഡിയയിലൂടെ ഇദ്ദേഹം സെല്ല് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ഇൻഫർമേഷൻസ് കൃത്യമായി എലിമിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന ആളെ എനിക്കറിയാം. ആ പേരുകളൊക്കെ ഞാൻ പറയും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ആൻസറിന് വേണ്ടിയിട്ടാണ്. അത് ഞാൻ ഇന്ന ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് എനിക്ക് അവർ തന്നില്ലെങ്കിൽ ഞാനിതെല്ലാം പച്ച വെളിച്ചത്തിൽ. അല്ല, അവരൊരു ആൻസർ, സിബി ഉദ്ദേശിക്കുന്ന ആൻസർ എന്നാൽ ഇതൊന്നും പറയൂല. നീതി ന്യായം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ജസ്റ്റിസിനോട് ചേർന്ന് നിൽക്കും ഞാൻ. അതായത് ഞാൻ പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നു കഴിഞ്ഞാൽ ഞാൻ സമൂഹത്തിനോട് കാണിക്കുന്ന ഒരു അനീതിയാണ്, മനസ്സിലായില്ലേ? ആ അനീതിക്ക് ഞാൻ കൂട്ടിവെക്കില്ല. പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയും, എന്നാൽ ചില പേരുകൾ ഞാൻ ചിലപ്പോൾ ഒഴിവാക്കും. അല്ല, അവിടെയല്ലേ സിബി, അവിടെയല്ലേ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയണം? അല്ല, അതിന് ഇരട്ടത്താപ്പ് എന്ന് പറയണല്ലോ സിബി. ഇത്രയും നേരം, ഇത്രയും ദിവസങ്ങളായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നെ അവിടെ ഉപദ്രവിക്കും, എനിക്ക് എതിരെ പ്രവർത്തിക്കും കുറേ വ്യക്തികളാണ് അല്ലെ. അഖിൽമാരാരും പറഞ്ഞത് ഒരു വിഷയം നമ്മൾ വ്യക്തികളുടെ പേര് അഖിൽമാരാർ പറഞ്ഞിട്ടില്ല. അവിടെ അഖിൽമാരാർ ചോദ്യചിഹ്നത്തിലിരിക്കുകയാണ്. അവിടെ എല്ലാവരും ചോദിക്കും, അവിടെയുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രശ്നമായി, ആരാണ് ആ വ്യക്തികൾ, ആരാണ് സ്ത്രീകൾ, ഇരകളുടെ പേര് പറയണം. നമ്മൾ പോലും എൻ്റെ ഇന്റർവ്യൂവിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അത് വ്യക്തികളുടെ പേര്. ഇപ്പം സിബിയും പറയുന്നു, നമ്മൾ ഒരു ചർച്ച നടത്തി അത് ഒത്തുതീർപ്പാവുകയാണെങ്കിൽ ഞാൻ വ്യക്തികളുടെ പേര് പറയില്ല എന്ന് സിബി പറയുന്നു. അതിന്റെ കാരണം പറഞ്ഞുതരാം. അതായത് ഈ വ്യക്തികൾക്കും കുടുംബമുണ്ട്. സിബിക്ക് കുടുംബമില്ലേ? എന്നോട് ചെയ്ത ദ്രോഹത്തിൻ്റെ അതേ ഒരു ആഴത്തിൽ, അല്ലെങ്കിൽ അതേ ഒരു ഡെപ്തിൽ ഞാൻ അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ അവരും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? സിമ്പിൾ. ഞാൻ ദാനം കൊടുക്കുകയാണ്, നിങ്ങൾക്കൊരു കുടുംബമുണ്ട്, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് അഴിമതി കാണിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ മോശം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ നിൽക്കുന്ന ആൾക്കാരാണ്. ഇനി നന്നാവും, ഒരു അവസരമാണ്, ആ അവസരം ഞാൻ കൊടുക്കാം, നന്നായിക്കോ. അത് സിബി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അത് ഒത്തുതീർപ്പ് ചർച്ചയിൽ അത് നടന്നു കഴിഞ്ഞാൽ, അതായത് അവർക്കെതിരെ ഇന്റേണൽ ആക്ഷൻ നടന്നു എന്ന് എനിക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ
അതാണ് അവർക്കുള്ള ശിക്ഷ. അല്ലാതെ പബ്ലിക്കിൽ വന്ന് ഞാൻ അവരെ ഇന്റേണൽ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആക്ഷൻ എടുത്തു എന്നുള്ള കാര്യം കൃത്യമായി സിബി എനിക്ക് ഇമെയിലിൽ കിട്ടണം. എനിക്ക് ഇമെയിലിൽ കിട്ടണം. എന്റെ ഇമെയിലിൽ അവരുടെ പേര് ചെയ്ത ഇമെയിൽ, എനിക്കൊരു ഒഫീഷ്യൽ അപ്പോളജി ഇമെയിൽ വേണം. എന്നോട് ചെയ്ത ദ്രോഹമാണെങ്കിൽ അതിനൊരു അപ്പോളജി എന്നോട് തന്നേ പറ്റും അവർ. ഞാൻ നാട്ടുകാരെ കാണിക്കാനല്ല, എനിക്ക്. കാര്യം ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു അടുത്ത ദിവസം വരെയും സിബിനെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ച് പറയുകയാണ്, ഏഷ്യാനെറ്റിലൊരു വലിയ ആള്, സിബിനൊരു നല്ല ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം കേട്ടോ. വീണ്ടും പറയണം. അതായത് വേറെ ഒരു വിഷയത്തിൽ ചർച്ച ചെയ്ത് ഇതിലാണ് കൊണ്ടെത്തിക്കുന്നത്. ഞങ്ങൾ സിബിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ സിബിൻ്റെ ഒരു ചെറിയ എന്തോ ഒരു പ്രശ്നം, കാര്യം ഇവരൊക്കെ ഡോക്ടേഴ്സാണല്ലോ, സൈക്കാട്രിക് പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. വീഡിയോ കണ്ടപ്പോൾ എന്തോ പ്രശ്നം സിബിനുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഒരു സൈക്കാളജി നിങ്ങൾ കൊണ്ട് കാണിക്കണം കേട്ടോ, അവൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നത്. അങ്ങനെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പറയുന്നുണ്ട്. ഇവിടെ ഏറ്റവും വലിയ പോയിന്റ് ഇപ്പോൾ സിബി പറഞ്ഞു നിർത്തി ഒന്നും കൂടി ഞാൻ തുടങ്ങുന്നു. സിബി പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് സിബിക്ക് പേഴ്സണൽ മെയിൽ തന്ന് അത് നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ വ്യക്തികളുടെ പേര് പറയില്ല. അവിടെ മറ്റൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ മെയിൽ തന്നു, ഇതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിക്കുന്നതുകൊണ്ട് ഞാൻ ഇനി പേര് പറയില്ല എന്ന് പറയും, അങ്ങനെയായിരിക്കും പറയുക. പക്ഷെ അത് പ്രേക്ഷകർ വിശ്വസിക്കണമെന്നില്ല. ഞാൻ പേര് പറയാൻ വേണ്ടി പറയില്ല, പ്രേക്ഷകർ അത് സിബിക്ക് പൈസ വന്നിട്ടാകാം എന്ന് ഊഹിക്കാം. പ്രേക്ഷകരാണ്, ഞാൻ ഉൾപ്പെടെയുള്ള ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാം. അവിടെയും സിബിനെ കുറ്റപ്പെടുത്തില്ല എന്ന് സിബി ചിന്തിക്കുന്നു. എല്ലാത്തിനും രണ്ട് വശങ്ങൾ ചിന്തിക്കുന്നു. ഇപ്പം നമ്മളുടെ ഈ ചർച്ചയിൽ തന്നെ ഇതിൻ്റെ വീഡിയോയുടെ താഴെയും എന്തോരം നെഗറ്റീവ് കമൻസും പോസിറ്റീവ് കമൻസും വരാം. അപ്പോൾ ഹൈദരേട്ടനാണെങ്കിലും ഹൈദരേട്ടൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ ചില ആൾക്കാർക്ക് കൊള്ളുകയും ചില ആൾക്കാർക്ക് സൂചിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അവർ തമ്മിൽ അഭിപ്രായം പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിന് നമുക്ക് പുറകെ പോകാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഘം ആൾക്കാർ ഒന്ന് പറയും, അയാൾക്കും കുടുംബമില്ലേ, അയാളെ തേജോധം ചെയ്യുന്നതിനാണ്, അയാൾക്ക് ജീവിക്കണ്ടേ എന്ന് പറയും. അപ്പോൾ എല്ലാത്തിനും നമുക്ക് എന്താ പറയുക, ഒരു ആക്ഷൻ ഒരു റിയാക്ഷൻ. എത്ര ദിവസമാണ് ഇവർക്ക് സമയം കൊടുത്തിരിക്കുന്നത്? കുറച്ച് ദിവസം ചേട്ടാ, അതായത് ഈ ഒരു ജൂൺ ഫിനാലേക്ക് മുൻപേ, ടു ബി ഗ്രാൻഡ് ഫിനാലേക്ക് മുമ്പേ, അത്രേ ഉള്ളൂ. അത് ഒത്തീർപ്പിലാലെ ഒരു ബോംബ് പൊട്ടൂടെ, ഒരു സംശയമില്ല. ഞാൻ അതെ തീർപ്പല്ലെങ്കിൽ ബോംബ്. ഇവരെന്തിനാ എന്നെ ഭയക്കുന്നത്? ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, എന്നോട് ഈ പറയുന്ന, അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ ഈ പറയുന്ന ഇവരുടെ കയ്യിൽ വീഡിയോ ഫൂട്ടേജസ് ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ എന്നെ എന്തിനു ഇവർ ഡെയിലി വിളിക്കണം? എൻ്റെ ചോദ്യം, എന്നെ എന്തിനു ഇവർ ദിവസവും വിളിച്ചിട്ട് എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം? നേരിട്ടാണ് വിളിക്കുന്നത്. നേരിട്ടാണ് വിളിക്കുന്നത്. എന്തിനാണ് അത് ചെയ്യുന്നത്? എന്നെ ഇവർക്ക് പേടിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? ചാനലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ ഞാൻ സംസാരിച്ച? ഷോയുടെ ക്വാളിറ്റി എഫക്റ്റ് ചെയ്യുമോ? തുടക്കം മുതൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഷോ ഒന്നാമത്തെ സീസൺ തുടങ്ങി എന്തൊക്കെ ഈ ഷോയിൽ നടന്നിട്ടുണ്ടെന്ന് എനിക്ക് പറയാം. എൻ്റെ ഷോയിൽ എന്താ നടന്നത് എനിക്ക് വ്യക്തമായിട്ടറിയാം. അപ്പോൾ തുടക്കം തൊട്ടുള്ള ഷോയുടെ കാര്യങ്ങൾ പറയും. തുടക്കം തുടങ്ങി ഈ ഷോയിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാവുന്നതും ഞാൻ മനസ്സിലാക്കിയതും അറിയേണ്ട വസ്തുതകളുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ട് ഞാൻ പച്ച വെളിച്ചത്തിൽ ചോദിക്കും, എല്ലാവരോടും ചോദിക്കും. ഒരു മാറ്റവും ഇല്ല, പുറത്ത് പറഞ്ഞിരിക്കും.